നോർത്ത് ഈസ്റ്റ് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണിത്. ഒഡീഷയിലേക്ക് എത്തിയ ആ രാത്രിയാണിത്. അന്ന് രാത്രി ഒരു റൂം തപ്പി നടക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് കണ്ണിൽ ഇങ്ങനൊരു കാഴ്ച കണ്ടത്. ഭുവനേശ്വർ എന്ന് പറയുമ്പം ഒരുപാട് വ്യത്യസ്തമായ രുചികളുടെ ഒരു സ്ഥലം കൂടിയാണ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ രാത്രി എത്തി. അവിടെ ചുറ്റി നടന്ന് കാണുന്നതിനിടയ്ക്ക് വിവിധതരം ചാട്ടുകളും അതുപോലുള്ള സ്വീറ്റുകളും ഒക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. രാത്രി ഇവിടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് ചുറ്റും മധുര പലഹാരങ്ങൾ ഒക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നത്. അത്ഭുതകരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ നിർമ്മിതിയുള്ള ഒരു ക്ഷേത്രമാണ്. രാത്രി അതിന് ചുറ്റും നടന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട പുരി ജഗന്നാഥ ക്ഷേത്രത്തിനടുത്തുള്ള മധുരപലഹാരങ്ങളൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടി. ഇപ്പോഴൊരു ഹോട്ടൽ തപ്പി നടക്കുകയായിരുന്നു. അതിൻ്റെ സൈഡിലൊക്കെ ചാറ്റ് കടകളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് തിരച്ചിലിനിടയ്ക്കൊരു ഹോട്ടൽ കിട്ടി. അത്യാവശ്യം ഭേദപ്പെട്ട ഹോട്ടലാണ്. 2000 രൂപ ചാർജ് ചെയ്തു. വലിയ ഒരു റൂമാണ് തന്നത്. പലപ്പോഴും പുരിയിൽ വരുമ്പോൾ ഇതൊരു പ്രത്യേകതയാണ്. വലിയ റൂമുകളും 4 കട്ടിലും ഒക്കെ ആയിരിക്കും ഒരു റൂമിനകത്ത് ഉണ്ടാവുക. കാരണം പുരി ജഗന്നാഥ ക്ഷേത്രം കാണാൻ വരുന്ന ആളുകൾ ഗ്രൂപ്പുകളായിട്ടാണ് ഇവിടെ സാധാരണ രീതിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിലെ റൂമുകൾ വലുതായിരിക്കും. രാവിലെ തന്നെ ഞങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലൊരു ദർശനത്തിന് വേണ്ടി പുറപ്പെട്ടു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അവിടെയുള്ള തട്ടുകടയിൽ നിന്നുള്ള ഇഡ്ഡലിയും മറ്റു പലഹാരങ്ങളൊക്കെയാണ്. അതെല്ലാം കഴിച്ചിട്ട് ഒരു സൈക്കിൾ റിക്ഷയിൽ ക്ഷേത്രത്തിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കിൾ റിക്ഷ മാത്രമാണ് ക്ഷേത്രത്തിന് ഒരു കുറച്ച് അകലം വരെ എത്തുന്നത്. ബാക്കി എല്ലാ വാഹനങ്ങളും ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ നിർത്തിയിട്ട് അവിടെ നിന്ന് നടന്ന് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. വലിയ ക്യൂ ആണ്. സമയം 8 മണിയേ ആയിട്ടുള്ളൂ. ഈ ക്യൂ എല്ലാം കാത്തു നിന്ന് ക്ഷേത്രത്തിലേക്ക് കയറുന്നത് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കാണാൻ തന്നെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കവാടം കടന്ന് ഉള്ളിൽ ചെല്ലുമ്പോൾ പുറത്ത് ഇത്രയും ആളുകളൊക്കെയുള്ള ശബ്ദവും വാഹനങ്ങളുടെ ഹോണടിയും ഒന്നുമില്ലാത്ത രീതിയിൽ ശബ്ദത്തെ ക്ഷേത്രം ക്രമീകരിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ്. ക്ഷേത്രം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഒരു ബീച്ചിനടുത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൻ്റെ ഓരം ചേർന്നുള്ള ഒരു യാത്രയാണ്. ബീച്ചിലൊന്ന് കയറി കണ്ടിട്ട് തിരിച്ചു വരാം എന്നുള്ള ധാരണയിൽ അങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ്. വളരെ ദീർഘമുള്ള വളരെ മനോഹരമായ ഒരു ബീച്ചാണ്. യഥാർത്ഥത്തിൽ ആളുകളൊക്കെ ഇറങ്ങുന്നൊരു ബീച്ചിൻ്റെ സൈഡിൽ ഞങ്ങൾ ഇറങ്ങാതെ കുറച്ച് മുൻപോട്ട് വന്നിട്ട് അതിനിടയിലൂടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയതാണ്. ബീച്ചൊന്ന് കണ്ടിട്ട് അവിടുത്തെ വെയിൽ കാരണം ഞങ്ങൾ തിരിച്ച് മുകളിലോട്ട് കയറി. ഭുവനേശ്വറിലെ ഏറ്റവും പ്രശസ്തമായ 3 ക്ഷേത്രങ്ങളാണ് ഞങ്ങൾക്ക് കാണാനുള്ളത്. പുരി ജഗന്നാഥ ക്ഷേത്രം രാത്രിയും ഏർലി മോർണിംഗ് കണ്ടു കഴിഞ്ഞു. ഇനി പോകേണ്ടത് ഇന്ത്യയിലെ തന്നെ അത്ഭുതങ്ങളിൽ അത്ഭുതമായ കൊണാർക്ക് ക്ഷേത്രത്തിലേക്കാണ്. രാവിലെ കൃത്യം ഒരു 11 മണിയാകുമ്പോൾ ക്ഷേത്രത്തിൽ എത്തണം എന്നുള്ള ഒറ്റ ധാരണയിലാണ് ഞങ്ങൾ വന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതിൻ്റെ ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക. എന്തായാലും ആ സൺഡേയിലൊന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ സമയം നോക്കി വന്നത്. വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്ഷേത്രത്തിൻ്റെ ചക്ര കാലുകളുടെ അടുത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിഴലും നമ്മുടെ വാച്ചിലുള്ള സമയവും ഒരേപോലെ ആയിരിക്കും. അത്രയ്ക്കും ക്ഷേത്രത്തിൻ്റെ നീണ്ട പാതയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുക്കുംതോറും ക്ഷേത്രത്തിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പടവുകൾ കയറി മുകളിലെത്തണം. നമ്മുടെ പാരലൽ സൈസിൽ കെട്ടി വെച്ചിരിക്കുന്ന പുറകിലെ ഗേറ്റിൽ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. എത്ര ഗംഭീരമാണ് ഈ ക്ഷേത്രം, ഇതിൻ്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാവുന്നത് ഈ ഗേറ്റിന് മുകളിൽ നിൽക്കുമ്പോഴാണ്.
ഞങ്ങൾ താഴെ ഇറങ്ങി ചുറ്റുമുള്ള ചക്രക്കാലുകൾ ഈ രഥത്തിൻ്റെ ചക്രം കാണാൻ വേണ്ടി അടുത്ത് വന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ചുമരുകൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. 3 അടുക്കായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ചുമരുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇത് മനുഷ്യൻ്റെ 3 അവസ്ഥകളെ കാണിക്കുന്നു. ഇതിനകത്ത് 3 തട്ടിൽ മനുഷ്യൻ്റെ ഒരു കുട്ടിക്കാലം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെയുള്ള 3 കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നു. അതിന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും താഴത്തെ നിലയിൽ കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ അതുപോലുള്ള കാര്യങ്ങളും, ചിത്രകഥയിലുള്ള കുരങ്ങന്മാരെ പോലുള്ള അമർ ചിത്രകഥ പോലുള്ള ചിത്രങ്ങളും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായി യൗവനത്തിൽ കാണിക്കേണ്ട ജീവിതചര്യകളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നു. പിന്നീട് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങൾ 3-ാമത്തെ തട്ടിൽ കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഭിത്തിയാണ് ഇതിൻ്റെ ചുറ്റിലും കാണിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കാലചക്രത്തെയാണ് ഈ ചക്രങ്ങൾ യഥാർത്ഥത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 7 കുതിരകൾ കെട്ടിവലിക്കുന്ന റെപ്രസെൻറ്റേഷൻ 7 വർണ്ണങ്ങളെയാണ് കാണിക്കുന്നത്. ഈ മഹാ അത്ഭുതം കണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി. ക്ഷേത്രത്തിൻ്റെ പുറത്ത് കശുവണ്ടി വിൽക്കുന്ന ഷോപ്പുകൾ കാണാം. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള പലാസ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന കശുവണ്ടികളാണ്. വളരെ ഗുണനിലവാരം കൂടിയ കശുവണ്ടിയാണ്. വിലയും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ഇവിടെ. ഭുവനേശ്വർ സിറ്റിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു അത്ഭുതമാണ് ഇനി കാണാനുള്ളത്. ഭുവനേശ്വറിലെ ലിംഗരാജ ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തിയിരിക്കുകയാണ്. വിശാലമായ മൈതാനം കടന്ന് മുൻപിലെ ഗേറ്റിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ തന്നെ മറ്റൊരു അത്ഭുതം എന്ന് വിളിക്കാവുന്ന ക്ഷേത്രമാണ്. 3 ക്ഷേത്രങ്ങളാണ് അടുത്തടുത്തുള്ളത്. പുരി ജഗന്നാഥ് ക്ഷേത്രം, കൊണാർക്ക് സൂര്യക്ഷേത്രം, 3-ാമത് ലിംഗരാജ ക്ഷേത്രം. 150 അടി ഉയരത്തിൽ അതിമനോഹരമായ കലിംഗ ആർക്കിടെക്ചറിൽ നിൽക്കുന്നൊരു ക്ഷേത്രമാണ്. സോമവംശി ഡൈനാസ്റ്റി പണിതിട്ടുള്ള ഒരു ക്ഷേത്രം. ഇത് ഏതാണ്ട് 2-ാം നൂറ്റാണ്ട് മുതലേ ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. പിന്നീട് സോമവംശി രാജവംശം ഇത് പുതുക്കി പണിയായിരുന്നു ചെയ്തിരുന്നത്. ക്ഷേത്രത്തിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ലാത്തത് കാരണം അതിൻ്റെ പുറത്തുള്ള ഒരു വ്യൂ പോയിൻ്റ് നിർമ്മിച്ചതിനടുത്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുകയായിരുന്നു. ഈ കാണുന്നത് ക്ഷേത്രത്തിന് മുൻപിലുള്ള അതിബൃഹത്തായ ടാങ്കാണ്. ഇതിന് ചുറ്റും ചെറിയ ചെറിയ 108 ക്ഷേത്രങ്ങളുണ്ട്. സോമവംശി രാജവംശത്തിൻ്റെ രാജാവായിരുന്ന യയാതി ഒന്നാമൻ ആണ് ഈ കുളം നിർമ്മിച്ചത്. ദേവി പദഹാര കുളം എന്നാണ് അറിയപ്പെടുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കുളമാണ്. ഈ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പരിസരവും എല്ലാം തന്നെ വളരെ വിശാലമായ ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. അതിനടുത്ത് തന്നെ ഒരു വലിയ പൂന്തോട്ടമുണ്ട്. ഞങ്ങൾ ഈ പൂന്തോട്ടത്തിന് വലം വെച്ച് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ധൗളി ഹിൽസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി അടുത്തത് പോകേണ്ടത് ഇവിടുന്ന് ഭുവനേശ്വറിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരെയുള്ള ദയാനദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ധൗളി എന്ന് പറയുന്ന ധൗളഗിരിയിലേക്കാണ്. ഇവിടെയാണ് അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻ ഉള്ളത്. ഈ കുന്ന് കയറി ഇവിടെയുള്ള സ്തൂപാസ് കണ്ടിട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോഴത്തേക്ക് രാത്രിയായിപ്പോയി. ഇവിടെ ധൗളിയിലെ റോക്ക് എഡിക്ഷൻ ഉണ്ട്. കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി ധർമ്മപാദത്തിലേക്ക് സഞ്ചരിച്ചു എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ച ശാന്തി സ്തൂപമാണിത്. ഈ കാണുന്നതാണ് ധൗളിയിലെ ഇൻസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്ന കല്ല്. ഇതാണ് കലിംഗ യുദ്ധം നടന്ന സ്ഥലം. ഇതിലാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചിട്ടില്ല കലിംഗ യുദ്ധത്തിന് ശേഷം. അദ്ദേഹം ധർമ്മപാദത്തിൽ സഞ്ചരിച്ചു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് പുരിയിൽ കണ്ട ചാറ്റുണ്ടാക്കുന്ന
ഒരു പ്രത്യേകതരം ചാർട്ടാണിത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാർട്ടാണ്. ഒരു കഞ്ഞി പോലെ ഉള്ള ഒരു ചാർട്ടാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഒരു പുളിയും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല വിശപ്പുള്ള ഒരു സമയമായിരുന്നു അന്ന് രാത്രി. അതുകൊണ്ട് ഞാനിത് 2 പാത്രം വാങ്ങി കഴിച്ചിട്ടുണ്ട്. 30 രൂപയാണ് ഒരു പ്ലേറ്റിന്. വളരെ സ്പീഡിലാണ് പല സാധനങ്ങളും ഇട്ട് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണിത്. മുളകെല്ലാം ഇങ്ങനെ കയ്യിലിങ്ങനെ എടുത്ത് പിഴിഞ്ഞ് അതിനകത്തേക്കിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ട് ഒരു കഞ്ഞി പോലെയാണിത് കിട്ടുന്നത്. ധാരാളം ആളുകൾ വാങ്ങി കഴിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിനും ഈ ഭുവനേശ്വറിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വൈകുന്നേരങ്ങളിൽ വിവിധ തരത്തിലുള്ള ചാട്ടുകൾ കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിലുള്ള അനേകം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാട്സ് ആണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒഡീഷയിലും അത് കഴിഞ്ഞ് ബീഹാറിൽ പോകുമ്പോഴും മറ്റ് പല സ്ഥലങ്ങളിലും സെൻട്രൽ ഇന്ത്യയിലെ പല സ്ഥലത്തും യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. ओ प्रभु भोलानाथ है ओ है प्रभु त्रिपुरा। ഇവിടെ മറ്റൊരു ടൈപ്പ് ഓഫ് ചാർട്ടാണ് ഇദ്ദേഹം കൊടുക്കുന്നത്. ഞങ്ങൾ സംസാരിച്ച് ഇപ്പം ഇദ്ദേഹം കേരളത്തിലൊക്കെ വന്ന് ജോലി ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിലും മറ്റു പല സ്ഥലത്തും. മലയാളം കുറച്ച് സംസാരിക്കാനും അറിയാം. ഭുവനേശ്വർ കണ്ടു കഴിഞ്ഞ് കൽക്കട്ട ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ്.